ഏലപ്പാറ ബസ് സ്റ്റാൻഡ് പിൻവശത്ത് സ്ഥിതി ചെയ്യുന്ന കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നു. നിലവിൽ വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത്. യാത്രക്കാരും ടാക്സി തൊഴിലാളികളും വ്യാപാരികളും അടക്കം വലിയ പ്രതിസന്ധിയിലാണ്. ആദ്യം നടത്തിയ അറ്റകുറ്റപ്പണി കാര്യക്ഷമമല്ലാത്തതാണ് വീണ്ടും പഴയപടിയാകുവാൻ കാരണമെന്ന് ആളുകളും ചൂണ്ടിക്കാട്ടുന്നു. ഓട്ടോ ടാക്സി സ്റ്റാൻഡും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന പ്രദേശത്തുമാണ് മലിനജലം ഒഴുകിയെത്തുന്നത്. നിലവിൽ വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത്. കൂടാതെ സാംക്രമിക രോഗ ഭീഷണി നിലനിൽക്കുന്നതായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുൻപ് സമാന രീതിയിൽ കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് മലിനജലം പുറത്തേക്ക് പോകുന്ന പൈപ്പ് പൊട്ടിയിരുന്നു. വലിയ ദുർഗന്ധം വമിച്ചതോടെ പരാതി ശക്തമായി. തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ ഈ പണികൾ കാര്യക്ഷമമായി നടത്തിയിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് വീണ്ടും പൈപ്പ് പൊട്ടി മലിനജലം പുറത്തേക്ക് ഒഴുകാൻ കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പറയാൻ കാരണം ഈ പഞ്ചായത്തിൻ്റെ ബാത്റൂം ഇവിടെ പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ട്രിപ്പായി. അത് ഇവിടെ വന്ന് ക്ലീൻ ചെയ്യുന്ന അവർ 2-3 ട്രിപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെയും അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ബാത്റൂം പൊട്ടി സെപ്റ്റിക് ടാങ്ക് കാണാം. സെപ്റ്റിക് ടാങ്ക് പൊട്ടി അങ്ങ് ലീക്കാകുക. ഞങ്ങൾ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ ഈ മാവേലിക്ക് വരുന്ന ആൾക്കാരും ഇവിടെ നടന്നു വരുന്ന ആൾക്കാർക്കൊക്കെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇത് പഞ്ചായത്തിനോട് ഒത്തിരി ട്രിപ്പ് ഞങ്ങൾ പറഞ്ഞിട്ടും ഒരു നടപടി എടുക്കുന്നില്ല. നിലവിൽ മൂക്കുപൊത്തി വേണം ഇതുവഴി ആൾക്ക് കടന്നു പോകുവാൻ. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി മലിനജലം ഒഴുകിപ്പോകുന്ന പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.